പ്രിയ ചേച്ചി, ഞാൻ ഒരു കാര്യം അറിഞ്ഞേ. കഴിഞ്ഞ ദിവസം അണ്ണ അവിടെ പോയപ്പോഴേ നിങ്ങളെ മൂത്ത മോളില്ലേ പാറു, അവളൊരു ചെറുക്കൻ്റെ കൂടെ ഓട്ടോയിൽ കയറി പോണെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സുനിതേ. ആ ചെറുക്കൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, അവൾ ഇവിടുന്ന് ഹെൽമെറ്റ് കൊടുത്തോണ്ടാണ് പോയത്. പിന്നെ ഇവരെന്തിനു ഓട്ടോയിൽ കയറി പോയത്? ചിലപ്പോൾ പെട്രോൾ അങ്ങനെ തീർന്നു കാണും. അവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കാം. അത് മാത്രമല്ല, ചേച്ചീനെ കൊച്ചിനോട് ചോദിക്കുകയൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം എൻ്റെ നാത്തൂൻ്റെ ഇളയ മോള് പാരിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പോയപ്പോ ഇല്ലേ, അവിടുത്തെ ഒരു കൂൾ ബാറിൽ എവളും ഒരു ചെറുക്കനും കൂടെ കയറി പോകുന്നതും അവരും കണ്ടെന്ന് പറഞ്ഞ. ചേച്ചി ചോദിക്കൊന്നും വേണ്ട കേട്ടാ. കൂൾ ബാറില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് തന്നേലും തള്ളേരും ഒരു വിഷമം അറിയണ്ടല്ലോ. കഴിഞ്ഞ ദിവസമാണ് തൊണ്ടവേദനയായിട്ട് അവൾ ആശുപത്രി കൊണ്ടുപോയത്. ഞാൻ അവളടുത്ത് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വിശക്കുന്നെങ്കിൽ നീ വല്ല മന്തിയോ ബിരിയാണിയോ വാങ്ങി തിന്നേ. എന്തിനാ ഈ കൂൾബാറിലൊക്കെ കയറി ഈ തണുത്ത ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ തിന്നത്? അവളിഞ്ഞ് വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാൻ. അല്ല ചേച്ചി, നമ്മൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങളെ മോളെ നിങ്ങൾ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിക്കുന്നെന്ന് കേട്ട്. ബാംഗ്ലൂരൊക്കെ അറിയാലോ ചേച്ചി, പിള്ളേര് നശിച്ചു പോവാൻ പറ്റിയ സ്ഥലമാണ്. പിള്ളേരെ നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വിട്ട് പഠിപ്പിച്ചാൽ പോരെ, നമ്മളെ വീട്ടിൽ തൊട്ടപ്പുറത്ത് വിട്ട് പഠിപ്പിച്ചാൽ പോരെ. എന്റെ സുനിതയെ ഒന്നും പറയണ്ട. നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരനുസരിക്കൂ. ഞാനും അവളടുത്ത് പറഞ്ഞു, ഈ ബാംഗ്ലൂരൊന്നും പോയി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അത് ശരിയാവൂല. നീ വല്ല UK-ലാ അമേരിക്കയിലാ അവിടെയൊക്കെ പോയി പഠിക്കാൻ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അവള് കേക്കണ്ടേ. സുനിത ഒരു കാര്യം ചെയ്, അവളെ കാണുമ്പോ ഒന്ന് ഉപദേശിച്ചു വിടണേ, ചിലപ്പോ അവള് കേക്കും. എന്തൊരു ചൂടല്ലേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി, കൊച്ചിൻ്റെ കൂടെ ഒന്നും ചോദിക്കണ്ട കേട്ടാ.